അതൊക്കെ ഇല്ലാതിരുന്ന സമയത്ത് മോനിങ്ങനെ വയലൻ്റ് ആകാറുണ്ട്. അതായത് എന്തെങ്കിലും ഇങ്ങനെ കാണിച്ച് തുടങ്ങുമ്പോഴത്തേന് നമ്മളിങ്ങനെ ഇങ്ങോട്ട് വായെന്ന് വിളിക്കുമ്പോഴേ ഭയങ്കര ദേഷ്യമാണ്. എന്നെ അടിക്കുകയും മോളെ അടിക്കുകയൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. എൻ്റെ പേര് കൊച്ചുത്രേസി. ഇതെൻ്റെ മകൻ ഷിജു ആണ്. മാജിക് പ്ലാനറ്റിൽ പഠിക്കുന്നു. എൻ്റെ വീട്ടിൽ ഹസ്ബൻഡുണ്ട്, പിന്നെ ഷിജുവിന് താഴെ ഒരു മോളുണ്ട്. ഞങ്ങളിവിടെ വന്നിട്ട് 5 വർഷമായി. ഇവിടെ വരുമ്പോൾ അവന് ചെറുതായിട്ടിങ്ങനെ വരയ്ക്കണ ഒരിതും പിന്നെ ഡാൻസിൻ്റെ കുറച്ച് ഇങ്ങനെയൊക്കെ അറിയായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഇപ്പം നന്നായിട്ട് ഡാൻസ് ചെയ്യും. പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നല്ല ഇൻട്രസ്റ്റാണ്. പിന്നെ ഫുട്ബോൾ കളിയിൽ മോന് സെലക്ഷൻ കിട്ടി, നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഇവിടെ വരണതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം മോന്. വീട്ടിൽ ഇരിക്കുമ്പോഴൊക്കെ ഒരുമാതിരി ഇങ്ങനെ ബോറടിയായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ ആൾ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ വീട്ടിൽ വന്നാലും നേരവും ഫുട്ബോൾ കളിയുടെയും ഡ്രോയിങ്ങിൻ്റെയൊക്കെ കാര്യത്തിലോട്ടാണ് ഇമ്പ്രൂവ്മെൻറ്റ് കൂട്ടുന്നത്. അതൊക്കെ ഇല്ലാതിരുന്ന സമയത്ത് മോനിങ്ങനെ വയലൻ്റ് ആകാറുണ്ട്. അതായത് എന്തെങ്കിലും ഇങ്ങനെ കാണിച്ച് തുടങ്ങുമ്പോഴത്തേന് നമ്മളിങ്ങനെ ഇങ്ങോട്ട് വായെന്ന് വിളിക്കുമ്പോഴേ ഭയങ്കര ദേഷ്യമാണ്. എന്നെ അടിക്കുകയും മോളെ അടിക്കുകയൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പം അതെല്ലാം മാറി ആളിങ്ങനെ ഒരുപാട് ഹാർഡ് വർക്ക് പോലെ നല്ലൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ഫുട്ബോൾ കളിയിലാണ് മെയിനായിട്ട് അവനൊരിത്. ഡാൻസ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഡ്രോയിങ്ങിൻ്റെ കാര്യത്തിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റാണ്. മാജിക് പ്ലാനറ്റ് എന്ന് പറയുമ്പോൾ അവന് ഭയങ്കര താല്പര്യമാണ്. മാജിക് പ്ലാനറ്റിൽ വരണം, പിന്നെ മുതുകാട് സാറിനെയൊക്കെ കാണണം. ഇവിടെയുള്ള കുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ടീച്ചർമാരെയും സാറന്മാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് ഇതൊന്നും അല്ല, ഇപ്പോൾ പ്രോബ്ലമൊന്നും അല്ല. മോൻ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. എനിക്ക് നല്ല സന്തോഷമാണ്. ഇവിടെ കൊണ്ടുവരണതിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ അതെല്ലാം ഞാൻ തരണം ചെയ്ത് എൻ്റെ മോന് വേണ്ടിയിട്ട് ഞാനിവിടെ വന്നെത്താറുണ്ട്. പിന്നെ ഞങ്ങൾ അമ്മമാരുടെ കാര്യമായിരുന്നാലും ഞങ്ങളെ മക്കളെയും കൊണ്ട് വന്നിട്ട് ഇവിടെ ആദ്യമൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നു. വെറുതെ ഇരുന്നിട്ട് ഓരോ ആർട്ട് വർക്കൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ കയ്യിൻ്റെ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് സാറ് ഞങ്ങൾക്കായിട്ട് കരീഷ്മ എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങി തന്നു. അവിടെ നിന്ന് ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ആർട്ട് വർക്കിലൂടെയൊക്കെ ഞങ്ങൾ ചെയ്ത് ചെറിയൊരു സാലറി ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. പിന്നെ കൂടെ തയ്ക്കാനും മെഴുകിൻ്റെ ഇതായിരുന്നാലും ഓരോ കാര്യത്തിലും സാറ് പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് നമുക്ക് ട്രെയിനിങ് തരയും. അതിൽ നിന്നും കൂടുതൽ പഠിക്കാനും അറിവ് നേടാനും ഞങ്ങൾക്ക് സാധിച്ചു. ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ ഓർത്ത് ഒരു വിഷമവും ഇല്ല. അവർ അവരുടേതായിട്ടുള്ള ഓരോ ആർട്ട് വർക്കിൽ അവർ ഇതാവുമ്പോൾ ഞങ്ങൾക്കും ഒരു ആർട്ട് വർക്കും ഉണ്ട്. അത് ചെയ്ത് ഞങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നു.